നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ടലുകൾ അനാഥമായി, കല്ലേൻ പൊക്കുടൻ ചരിത്രത്തിന്റെ ഭാഗമായി. പയ്യന്നൂരിൽ ഉചിതമായ സ്വാതന്ത്ര്യസമര സ്മാരകം നിർമ്മിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി കെ.സി. ജോസഫ്. CPM ഹിന്ദുവിരുദ്ധമെന്നാരോപിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ഹിന്ദു ഐക്യവേദിയുടെ പ്രചരണ ജാഥകൾ. ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം ശക്തമാകുന്നു. തൃക്കരിപ്പൂർ ഉളിയട്ടുകടവിലെ സ്വാതന്ത്ര്യ സ്മാരക പരിസരത്ത് മദ്യപാനികളുടെ വിളയാട്ടം രൂക്ഷമാകുന്നു. വാർത്തകൾ വിശദമായി. കല്ലേൻ പൊക്കുടൻ ഇനി ഓർമ്മ. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും കണ്ടൽ സംരക്ഷകനുമായ കല്ലേൻ പൊക്കുടൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് ചെറുകുന്നിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം തിങ്കളാഴ്ച വൈകുന്നേരം 3-ന് മുട്ടുകണ്ടിയിൽ നടക്കും. കണ്ടൽക്കാടുകളുടെ സംരക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ കല്ലേൻ പൊക്കുടൻ വൈകിട്ട് 3 മണിയോടെയാണ് ചെറുകുന്ന് സെന്റ് മാർട്ടിൻ ഡി ഫോറസ്റ്റ് ഹോസ്പിറ്റലിൽ അന്തരിച്ചത്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുറച്ചുകാലമായി ചികിത്സയിലായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച രാവിലെയോടെ ICUവിൽ പ്രവേശിപ്പിച്ചിരുന്നു. 3 മണിയോടെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. കല്ലേൻ പൊക്കുടൻ്റെ മരണത്തെ തുടർന്ന് നിരവധി പേർ അന്ത്യോപചാരമർപ്പിക്കാൻ ആശുപത്രിയിലെത്തി. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ വീട്ടിലെത്തിക്കുന്ന മൃതദേഹം വൈകിട്ട് 3-ന് മുട്ടുകണ്ടി വീടിനോട് ചേർന്ന സ്ഥലത്ത് സംസ്കരിക്കും. പൊക്കുടൻ്റെ ഭാര്യ മീനാക്ഷി പൈതലയൻ്റെ ശവകുടീരത്തിന് സമീപത്തായാണ് സംസ്കാരം നടക്കുക. സംസ്ഥാന വനംവകുപ്പ് നൽകിയ ഭൂമിത്ര അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം, ചൂട്ടാച്ചി തുടങ്ങിയ പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണ്ടൽ പഠന ഗവേഷണ കേന്ദ്രം സ്വപ്നം ബാക്കിയാക്കി കണ്ടൽ പൊക്കുടൻ യാത്രയായി. തന്റെ പേരിനോട് ജൈവ ആവാസ വ്യവസ്ഥയുടെ പേര് കൂട്ടിച്ചേർത്ത് അപൂർവം വ്യക്തികളിൽ ഒരാളായിരുന്നു കല്ലേൻ പൊക്കുടൻ എന്ന കണ്ടൽ പൊക്കുടൻ. വിവിധ ഭാഗങ്ങളിൽ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നതിലും പരിസ്ഥിതി സംരക്ഷണത്തിനും മുന്നിട്ടിറങ്ങി. തന്റെ വീട്ടിലെത്തുന്ന വിദ്യാർത്ഥികൾക്കും പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവർക്കും കണ്ടൽക്കാടുകളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. പഴയങ്ങാടി പാലത്തിന് മുകളിൽ നിന്ന് നോക്കിയാൽ മുട്ടുകണ്ടി റോഡരികിൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ടൽക്കാടുകളിൽ ഏറെയും കല്ലേൻ പൊക്കുടൻ നട്ടുപിടിപ്പിച്ചവയാണ്. നിരവധി പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും ആശ്രയമാണിവ. തൻ്റെ വീടിനോട് ചേർന്ന കണ്ടൽ പഠന സ്കൂൾ ആരംഭിക്കണമെന്ന് പൊക്കുടൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. ദൂരദേശത്തു നിന്നും എത്തുന്നവർക്ക് താമസിച്ച് പഠിക്കാനും ഏഴോം പ്രദേശത്തെ 500 ഏക്കറയോളം കണ്ടൽക്കാടുകളെ സംരക്ഷിക്കാനാവശ്യമായ ഒരു കണ്ടൽ പഠന ഗവേഷണ കേന്ദ്രമായിരുന്നു ലക്ഷ്യം. ഇതിനായി തൻ്റെ വീടിനോട് ചേർന്ന കണ്ടൽ പഠന സ്കൂൾ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചെങ്കിലും പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചു. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ഭാസ്കരൻ വെള്ളൂർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. കേരളത്തിലങ്ങോളം ഇങ്ങോളം ഇങ്ങനെയൊരു സസ്യസമൂഹം ഉണ്ട് എന്നുള്ള ഒരു ചിന്ത, ഒരു തോന്നൽ ജനങ്ങൾക്കുണ്ടാകാൻ തുടങ്ങിയത് പൊക്കുടേട്ടൻ്റെ കണ്ടൽ വിത്ത് ചെടിയിൽ കറപ്പിച്ച് വെക്കുന്നത് മുതലായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അവയർനെസ്, ബോധം ജനങ്ങൾക്കുണ്ടാവുകയും അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാനാഭാഗത്തു നിന്നും ജനങ്ങൾ ശ്രമിക്കുകയും ചെയ്തു. അവസാനം അതിൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അല്ലെങ്കിൽ വരും തലമുറകൾക്ക് വേണ്ടി അത് കണ്ടൽ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, കണ്ടൽ സ്പീഷീസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു സ്കൂൾ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്തോ നിർഭാഗ്യം എന്ന് പറയാം ഒരു അർത്ഥത്തിൽ വേണമെങ്കിൽ. പക്ഷേ അത് ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. എങ്കിലും ഈ കണ്ടൽ സ്കൂൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരകാല സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ ശ്രമിക്കേണ്ടതുണ്ട്.
കല്ലേൻ പൊക്കുടനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അദ്ദേഹം തുടങ്ങിവെച്ച കണ്ടൽ പഠന സ്കൂൾ പൂർത്തിയാക്കുക എന്നതാണ്. ഇത് അദ്ദേഹത്തിന്റെ സ്മാരകമായി ഉയർന്നു നിൽക്കണം. നികേഷ് താപം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂരിൽ ഉചിതമായ സ്വാതന്ത്ര്യ സമര സ്മാരകം നിർമ്മിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി കെ.സി. ജോസഫ്. സമയം പബ്ലിക്കേഷൻസിന്റെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളുമായി ഈ മേഖലയ്ക്കുള്ള അഭേദ്യമായ ബന്ധം, അതുപോലെ ഖാദി പ്രസ്ഥാനവുമായി പയ്യന്നൂരിലുള്ള ബന്ധം, ഇതെല്ലാം ഒരുപോലെ കേരളത്തിന്റെ മറ്റൊരു ഭൂപ്രദേശത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത പ്രത്യേകതകളാണ് പയ്യന്നൂരിന് അവകാശപ്പെടാനുള്ളത്. സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി അടുത്ത ബന്ധമാണ് പയ്യന്നൂരിന്. നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ മണ്ണ്. പക്ഷേ ചരിത്ര പാരമ്പര്യമുള്ള ഈ മണ്ണിന് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല. എടുത്തു പറയാവുന്ന ഒരു ചരിത്ര സ്മാരകം പോലും പയ്യന്നൂരിനില്ല. ഈ സ്ഥിതി മാറണം, മന്ത്രി കെ.സി. ജോസഫ് പറഞ്ഞു. ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരമെന്ന നിലയിൽ പയ്യന്നൂരിൽ അവിസ്മരണീയമായ സ്വാതന്ത്ര്യ സമര സ്മാരകം പണിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാർ കെ.എച്ച്. സുബ്രഹ്മണ്യൻ പുസ്തകം ഏറ്റുവാങ്ങി. മുൻ എം.എൽ.എ. കെ.പി. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. നിരവധി പ്രമുഖർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സമയം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന സ്മൃതിഗീതങ്ങൾ, ദശപുഷ്പങ്ങൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ചടങ്ങിൽ നടന്നത്. പയ്യന്നൂരിന്റെ ചരിത്രത്തെ ആസ്പദമാക്കിയുള്ളതാണ് പുസ്തകങ്ങൾ. CPM ഹിന്ദുവിരുദ്ധമാണെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദി പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി നടത്തുന്ന പദയാത്രയ്ക്ക് കൗവായിൽ തുടക്കമായി. RSS ജില്ലാ കാര്യവാഹക് പി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൗവായി ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ ജാഥ ലീഡർ CK രാമചന്ദ്രന് പതാക കൈമാറിക്കൊണ്ട് RSS ജില്ലാ കാര്യവാഹക് പി. രാജേഷ് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പകാലത്ത് ശാഖയിൽ പോയ സമയത്ത് നമുക്കറിയാം, നമ്മൾ ശാഖയിൽ ഏകാത്മക സ്തോത്രം, രാവിലെ ചെല്ലുന്ന ഏകാത്മക സ്തോത്രത്തിൽ ശ്രീനാരായണ ഗുരുവിനെയും സ്വാമി വിവേകാനന്ദനെയും ചട്ടമ്പി സ്വാമികളെയും അതുപോലെ നമ്മുടെ ദേശീയ പുരുഷന്മാരെ, നമ്മുടെ പുണ്യ നഗരങ്ങളെ ഇതൊക്കെ സ്മരിക്കുന്നു. അങ്ങനെയാണ് പഠിച്ചത്. ഈടിലെ കമ്മ്യൂണിസ്റ്റുകാരനെയും ശ്രീനാരായണ ഗുരുവിനും, ബംഗാളിലുള്ള കമ്മ്യൂണിസ്റ്റുകാരനെയും ശ്രീനാരായണ ഗുരുവിനെ അറിയോ? ഇല്ല. പക്ഷേ ലോകത്തെവിടെയുള്ള സ്വയംസേവകനെ ശ്രീനാരായണ ഗുരുവിനെ അറിയും. അത് ചെറുപ്പം മുതൽ പഠിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. വിനോദ് സി ചടങ്ങിൽ അധ്യക്ഷനായി. കെ. മധു, KK രാംദാസ് എന്നിവർ സംസാരിച്ചു. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം അന്നൂർ അമ്പല പരിസരത്ത് ജാഥ സമാപിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര പഠനം ഒരു സായാഹ്നം സംഘടിപ്പിച്ചു. കേരള ഗ്രാമവികസന സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ.സി. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറ ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, അതിന്റെ മൂല്യം മനസ്സിലാക്കുന്നില്ല. വിഘടനവാദികളുടെ അടിഞ്ഞാട്ടങ്ങളും വ്യത്യസ്തമായ രൂപങ്ങളിൽ, തീവ്രവാദങ്ങളാകാം, വർഗീയ തീവ്രവാദമാകാം, മാവോയിസ്റ്റ് ആശയങ്ങളാകാം. കേരളത്തിൽ മറ്റൊരു ജനതയ്ക്കും അവകാശപ്പെടാനില്ലാത്തത്ര വലിയ പാരമ്പര്യവും പെരുമയും പയ്യന്നൂരിന് ഖാദി പ്രസ്ഥാനവുമായി ഉണ്ട്. പക്ഷേ പയ്യന്നൂരിലെ ഇന്നത്തെ തലമുറയ്ക്ക് ഇത് എത്രത്തോളം അറിയാമെന്നുള്ളത് സംശയാസ്പദമാണ്. ഖാദി പരിപോഷിപ്പിച്ചതിലൂടെ രാജ്യത്തിനും സ്വാതന്ത്ര്യ സമരത്തിനും നിസ്തുലമായ പങ്കാണ് പയ്യന്നൂർ നൽകിയത്. ഇന്നും ആ പാരമ്പര്യം കൈവിടാതെ സൂക്ഷിക്കാൻ പയ്യന്നൂരിന് കഴിയുന്നു എന്നത് മഹത്തരമായ കാര്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു. KN കണ്ണോത്ത് യോഗത്തിൽ അധ്യക്ഷനായി. VP അപ്പുക്കുട്ട പൊതുവാൾ, VN എരിപുരം, KP കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം ശക്തമാകുന്നു. ഗ്യാസ് പൈപ്പ് ലൈൻ വിക്ടിം ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. നിർദ്ദിഷ്ട ഗ്യാസ് ലൈൻ പദ്ധതി സ്വപ്ന പദ്ധതിയാണെന്നും അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്നും പറയുന്നവരുടെ ഭീഷണി വിലപ്പോവില്ലെന്ന് ഏറ്റുകൊടുക്കയിൽ വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM ആലപ്പടമ്പ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി PV ബാലൻ പറഞ്ഞു. പദ്ധതിയെ ജനകീയ ചെറുത്തുനിൽപ്പുകൾ സംഘടിപ്പിച്ച് പരാജയപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ KM സോമൻ മാസ്റ്റർ ഊന്നി പറഞ്ഞു. ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കാനാണ് ഗ്യാസ് പൈപ്പ് ലൈൻ വിക്ടിം ഫോറത്തിന്റെ തീരുമാനം. പുത്തൂരമ്പലം, പുത്തൂര്, വട്ടപ്പൊയിൽ, സ്വാമിമുക്ക്, വടവന്തൂർ തുടങ്ങി ഗ്യാസ് പൈപ്പ് ലൈൻ കടന്നുപോകുന്ന സ്ഥലങ്ങളിലൂടെ വാഹന പ്രചരണ ജാഥയും കടന്നുപോകും. വീടുകളിൽ കയറി പ്രവർത്തകർ ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. ജാഥ വടവന്തൂരിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ.
തൃക്കരിപ്പൂർ ഉളിയത്തുകടവിലെ സ്വാതന്ത്ര്യ സ്മാരക പരിസരത്ത് മദ്യപാനികളുടെ വിളയാട്ടം രൂക്ഷമാകുന്നു. ചരിത്ര സ്മാരകത്തിനു ചുറ്റും കാട് വളർന്നു മൂടിയത് സാമൂഹ്യ വിരുദ്ധർക്ക് അനുഗ്രഹമാകുന്നു. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ചരിത്രപ്രസിദ്ധമായ ഉപ്പു സത്യാഗ്രഹം നടന്ന ഉളിയത്തുകടവിലെ ഇക്കരയിലുള്ള സ്തൂപവും പരിസരവും മദ്യപാനികളുടെ വിഹാരകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ചരിത്ര സ്മാരകത്തിനു ചുറ്റും കാട് വളർന്നു മൂടിയത് സാമൂഹ്യ വിരുദ്ധർക്ക് സൗകര്യവുമായി. ഏറെക്കാലത്തെ മുറവിളിക്ക് ശേഷമാണ് ഒളവറ ഉളിയത്തുകടവിൽ സ്മാരക സ്തൂപം നിർമ്മിച്ചത്. 2012 മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്തൂപത്തിന്റെ അനാച്ഛാദനം നിർവഹിച്ചത്. ഉളിയം കടവിലെ സ്തൂപം പരിസരത്ത് മദ്യക്കുപ്പികൾ കൊണ്ട് നിറഞ്ഞ നിലയിലാണ്. ഇതിനോട് ചേർന്നുള്ള കണ്ടൽക്കാടുകൾക്കിടയിലേക്ക് വലിച്ചെറിയുന്ന കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും പോലീസും ഒരുമിച്ച് ഇവിടുത്തെ പരസ്യമദ്യപാനവും മാലിന്യ പ്രശ്നങ്ങളും ഇല്ലായ്മ ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മറ്റൊരു ഗാന്ധി ജയന്തി ആഘോഷത്തിന് നാടൊട്ടുക്ക് ഒരുക്കം നടക്കുമ്പോൾ ഇങ്ങനെ സ്വാതന്ത്ര്യ സമര സ്തൂപത്തോട് അനാദരവ് കാട്ടുന്നതിൽ കടുത്ത പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. പ്രദേശത്ത് രാത്രികാലങ്ങളിൽ ലൈറ്റില്ലാത്തതും പ്രശ്നത്തിന് ആക്കം കൂട്ടുന്നതായും നാട്ടുകാർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പരിയാരം സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുമ്പോൾ മുഴുവൻ ജീവനക്കാരുടെയും തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും സ്ഥാപനത്തിന്റെ വളർച്ച ഉറപ്പുവരുത്തണമെന്നും പരിയാരം മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് യൂണിയൻ മാധ്യമസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. യൂണിയന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിനു മുന്നിൽ ജീവനക്കാർ സത്യാഗ്രഹം നടത്തും. 1994 സ്ഥാപനം നിലവിൽ വന്നതിനു ശേഷം വിവിധ ഘട്ടങ്ങളിലായി സഹകരണ രജിസ്ട്രാറുടെയും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ദന്തൽ കൗൺസിൽ ഓഫ് ഇന്ത്യ തുടങ്ങി മറ്റ് ഇതര അക്കാദമിക് ബോഡികളുടെയും നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ആവശ്യകതയ്ക്കും അനുസരിച്ച് നിയമിതരായവരാണ് ഇവിടുത്തെ തസ്തികയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ. ചുരുക്കത്തിൽ സ്ഥാപനം ഇന്നത്തെ നിലയിൽ വളർച്ച പ്രാപിക്കുന്നതിന് ജീവിതത്തിന്റെ പ്രധാന ഘട്ടം സമർപ്പിച്ചവരാണിവർ. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നതിനുള്ള നയപരമായ തീരുമാനം പ്രഖ്യാപിച്ചു കഴിയുകയും ആവശ്യമായ പഠനങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കളക്ടർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തിയതുപോലെ ചുരുങ്ങിയ കാലത്തിനിടെയുണ്ടായ വലിയ മുന്നേറ്റം ഇവിടുത്തെ ജീവനക്കാരുടെ കൂടി പ്രയത്നത്തിന്റെ ഫലമാണെന്നും യൂണിയൻ ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. സഹകരണ ഹൃദയാലയയുടെ സുഗമമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതവുമായ ജീവനക്കാർ മാത്രമാണ് ഇവിടെ ജോലി ചെയ്തു വരുന്നത്. KCHCയിൽ സഹകരണ രജിസ്ട്രാർ അനുമതി നൽകിയ 1026 തസ്തികകളുണ്ട്. എന്നാൽ 986 ജീവനക്കാരെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത്. അവയവദാന ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള നൂതന ചികിത്സാ സൗകര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാതിരിക്കാൻ ജീവനക്കാരുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും അപേക്ഷ കാണിച്ച് അഭിമുഖം നടത്തിയതുൾപ്പെടെ നിയമന രീതി പൂർണ്ണമായും പാലിക്കപ്പെട്ട് സുതാര്യമായ പ്രവേശനമാണ് നിലവിൽ പരിയാരത്തേതെന്നും അത്തരത്തിൽ നിയമനം നേടിയവരിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരും ഒരു രാഷ്ട്രീയത്തിലും വിശ്വസിക്കാത്തവരും വരെയുണ്ടെന്നും യൂണിയൻ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. ഇത്തരത്തിൽ നിയമന രീതിയിലെ എല്ലാ കടമ്പകളും പൂർത്തിയാക്കി ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ അധികൃതർ, മാനേജ്മെന്റ് ആയാലും സർക്കാരായാലും അവർക്ക് ബാധ്യതയുണ്ടെന്നും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം അനീതിയാണെന്നും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. പരിയാരം സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുമ്പോൾ മുഴുവൻ ജീവനക്കാരുടെയും തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കണം. ചികിത്സാ പഠനേതര മേഖലയിൽ നിലവിലാർജിച്ച അസൂയാവഹമായ മുന്നേറ്റത്തിൽ നിന്നും തകർച്ച നേരിടാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകണമെന്നും പരിയാരം മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് തിങ്കളാഴ്ച രാവിലെ മുതൽ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന് മുന്നിൽ ജീവനക്കാരുടെ സത്യാഗ്രഹം സംഘടിപ്പിക്കുമെന്നും യൂണിയൻ ഭാരവാഹികളായ K. പത്മനാഭൻ, P. ബാലകൃഷ്ണൻ, സീബ ബാലൻ, അജിത്ത് മുണ്ടേരി, ജിജേഷ് PR, EV രഞ്ജിത്ത് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഇല്ലാതാക്കാൻ ദേശീയ നേതാക്കളുടെ ഓർമ്മ പോലും നശിപ്പിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് KPCC നിർവാഹക സമിതി അംഗം M. നാരായണൻകുട്ടി. ബ്ലോക്ക് കോൺഗ്രസ് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിരന്തരമായി അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് AP നാരായണൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, VC നാരായണൻ, അഡ്വക്കേറ്റ് റഷീദ് കവ്വായി, അത്തായി പത്മിനി, കല്ലത്ത് രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദുവിരുദ്ധമാണെന്ന പ്രചാരണവുമായി ഹിന്ദു ഐക്യവേദി ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റിയുടെ പദയാത്രയ്ക്ക് കോവപ്പുറത്ത് തുടക്കമായി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് AV കേശവൻ ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV കേശവൻ, ജാഥ ലീഡർ ഗണേശൻ PP പതാക കൈമാറിക്കൊണ്ട് ജാഥ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരാധിച്ചത് മഹർഷിമാരെയല്ല, മാർക്സിനെ. മഹർഷിമാർക്ക് പകരം മാർക്സിനെ സ്വീകരിക്കാൻ വേണ്ടി
കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറ്. മാർക്സ് എവിടെയാ? ഇവിടെയുള്ള കുട്ടിയോട് ചോദിച്ചാൽ പറയും അറിയില്ല. ലെനിൻ എവിടെയാ? അറിയില്ല. കെ വി കരുണാകരൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായി. രാമചന്ദ്രൻ PV, BJP ദേശീയ നിർവാഹക സമിതി അംഗം PK വേലായുധൻ എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിന്ദുവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ചെറുതാഴം പഞ്ചായത്ത് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചരിത്ര സ്മാരക പൈതൃക സംരക്ഷണ ദൗത്യവുമായി പയ്യന്നൂർ ക്ലസ്റ്റർ NSS വളണ്ടിയർമാർ. ഉളിയത്തുകടവിലെ ചരിത്രപ്രസിദ്ധമായ സ്മൃതി പാർക്ക് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നെത്തിയ NSS വളണ്ടിയർമാർ ശുചീകരിച്ചു. പ്രമുഖ ചരിത്രകാരൻ MT നാരായണൻ ഉളിയത്തുകടവിന്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനകാലത്ത് ജ്വലിക്കുന്ന അധ്യായങ്ങൾ തീർത്ത പയ്യന്നൂർ ഉളിയത്തുകടവിലെ ഉപ്പ് സത്യാഗ്രഹ സ്മൃതി പാർക്കിൽ ശുചീകരണ പ്രവർത്തനങ്ങളുമായി വിവിധ വിദ്യാലയങ്ങളിലെ NSS വളണ്ടിയർമാരെത്തി. ചരിത്ര സ്മാരക പൈതൃക സംരക്ഷണ ദൗത്യം ഏറ്റെടുത്തതിന്റെ ഭാഗമായാണ് പയ്യന്നൂർ ക്ലസ്റ്ററിൽപ്പെട്ട 18ഓളം വിദ്യാലയങ്ങളിലെ 200ഓളം വരുന്ന NSS വളണ്ടിയർമാർ ഉളിയത്തുകടവിലെ ഉപ്പ് സത്യാഗ്രഹ സ്മൃതി പാർക്കിൽ ശുചീകരണ പ്രവൃത്തി നടത്തിയത്. രാവിലെ 10 മണിക്ക് ഉളിയത്തുകടവിലെ ഉപ്പുകുറുക്കൽ സമരത്തെക്കുറിച്ച് ശങ്കരാചാര്യ സർവകലാശാല ചരിത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ MT നാരായണൻ വളണ്ടിയർമാരുമായി സംവദിച്ചു. അങ്ങനെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമെന്നും അത് ഏറ്റവും വലിയൊരു ജനകീയ പ്രസ്ഥാനമായി മാറിയത് നേതാക്കന്മാർ ആഹ്വാനം ചെയ്യുമ്പോൾ ആ ആഹ്വാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇങ്ങേ തലക്കല്ലി തീരത്ത് പോലും ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അതിലേക്ക് ആവേശത്തോടുകൂടി വന്ന ജനത ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നൊരു തിരിച്ചറിവും. ചരിത്രം എപ്പോഴും വലിയവരെക്കുറിച്ചും സുപ്രധാന ഇടങ്ങളെക്കുറിച്ചും മാത്രമാണ് വാചാലമാകുന്നത്. പ്രാദേശിക ജനത സൃഷ്ടിക്കുന്ന വലിയ മുന്നേറ്റങ്ങൾ പലതും ചരിത്രത്തിൽ വേണ്ട വിധം അടയാളപ്പെടാതെ പോയിട്ടുണ്ടെന്നും ചരിത്രവും ഓർമ്മയും നഷ്ടമാകുമ്പോഴാണ് പൊതുബോധത്തെ പലതരം ഉന്മാദങ്ങൾ കീഴ്പ്പെടുത്തുന്നതെന്നും ഡോക്ടർ MTN പറഞ്ഞു. പയ്യന്നൂർ നഗരസഭാധ്യക്ഷ KV ലളിത വളണ്ടിയർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. PAC അംഗം ഹരിദാസ് നടുവിലത്ത്, ശ്രീധരൻ കൈതപ്രം, പ്രഭാകരൻ മാസ്റ്റർ, K ശിവകുമാർ, പ്രജിഷ വിനോദ്, ദർശൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാടുമൂടിക്കിടന്ന പാർക്കിനകം 200ഓളം വരുന്ന NSS വളണ്ടിയർമാർ വെട്ടിത്തെളിച്ച് ശുചീകരിച്ചു. മധു മാസ്റ്റർ, മഹേഷ്, ലത്തീഫ് മാസ്റ്റർ തുടങ്ങി 20ഓളം പ്രോഗ്രാം ഓഫീസർമാരുടെ നേതൃത്വത്തിലായിരുന്നു ഉച്ചവരെ നീണ്ടുനിന്ന ശുചീകരണ പ്രവൃത്തികൾ നടന്നത്. കാങ്കോലിൽ ഇശൽ രാവ് സംഘടിപ്പിച്ചു. പരിപാടി ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു അമ്പരപ്പാണ് ഉണ്ടായത്. അവിടെ ഞാൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണ് പഠിച്ചത്. കാങ്കോൽ അബ്ദുറഹ്മാൻ സ്മാരക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഇശൽ രാവ് സംഘടിപ്പിച്ചത്. പഴയ കാലത്തു നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടായിരിക്കണം നാം മുന്നോട്ട് പോകേണ്ടതെന്നും എന്നാൽ പുതിയ തലമുറ ആധുനിക ടെക്നോളജിയിൽ വഴിതെറ്റി വീഴുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജെയിംസ് മാത്യു MLA അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ K രാജൻ അധ്യക്ഷനായി. ചടങ്ങിന്റെ ഭാഗമായി മാപ്പിളപ്പാട്ട് കലാകാരൻ അസീസ് തായ്നേരിയെ ജെയിംസ് മാത്യു MLA ഉപഹാരം നൽകി ആദരിച്ചു. MTP നൂറുദ്ദീൻ, KP രാഘവൻ, ഡോക്ടർ K മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ഇശൽ രാവും അരങ്ങേറി. കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സൈബർ കുറ്റകൃത്യങ്ങളുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചന്ദേര SI M രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ കാണാപ്പുറങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഉദിനൂർ യൂണിറ്റ് SYS ആൻഡ് SSF കമ്മിറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ കാണാപ്പുറങ്ങൾ ബോധവൽക്കരണ ക്ലാസ് നടന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം നഗറിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് ചന്ദേര സബ് ഇൻസ്പെക്ടർ M രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു താല്പര്യമുണ്ട്. നമ്മളെ പോലീസുകാർ, നമ്മളെ SI, നമ്മൾ പലപ്പോഴും നിങ്ങൾക്കറിയാം, രാവിലെ 7 മണിക്ക് സ്റ്റേഷനിലെത്തി കഴിഞ്ഞാൽ മിക്കവാറും നമ്മളെ പോലീസുകാരെ പാറാവ് ഉൾപ്പെടെയുള്ള പോലീസുകാരെ മാറ്റി നിർത്തിയാൽ കണി കാണുന്നത് മിക്കവാറും ക്രിമിനലുകളായിരിക്കും. കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് K സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സൈബർ സെൽ സിവിൽ പോലീസ് ഓഫീസർ PR ശ്രീനാഥ് ക്ലാസിന് നേതൃത്വം നൽകി. പ്രോഗ്രാം കോർഡിനേറ്റർ ഖലീഫ TC സ്വാഗതം ആശംസിച്ചു. ലതീഷ് KV, അഷറഫ് AG, അബ്ദുസമദ് AG തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. TP മഹമ്മൂദ് ഹാജി, TP നൌഷാദ് മാസ്റ്റർ, ഹുസൈൻ സഖാഫി, റാഷിദ് P, സൈനുദ്ദീൻ ആബിദ്, ഫൈസലൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പിലാത്ര JCIയുടെ സർഗപ്രതിഭാ പുരസ്കാരവും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും പിലാത്രയിൽ നടന്നു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു.
കഥാപ്രസംഗ രംഗത്ത് 10 വയസ്സിനകം 300-ലധികം വേദികൾ പിന്നിട്ട് ശ്രദ്ധ നേടിയ കാഥിക ലിൻഷയ്ക്ക് JCI പിലാത്രയുടെ സർഗപ്രതിഭാ പുരസ്കാരം ടി വി രാജേഷ് MLA വിതരണം ചെയ്തു. ഒപ്പം നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മേഖലാ പ്രസിഡന്റ് KK സതീഷ് കുമാർ അവരോടും തങ്ങളാൽ കഴിയാവുന്ന വിധം ഈ സമൂഹത്തെ സേവിക്കാൻ മുന്നോട്ടേക്ക് വന്ന സാമൂഹ്യ പ്രതിബദ്ധതയുടെ പുതിയ അധ്യായങ്ങൾ തീർക്കുന്ന JCIയുടെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിലാത്ര പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ JCI പിലാത്ര പ്രസിഡന്റ് ഷാജി മാസ്കോ അധ്യക്ഷനായി. ചടങ്ങിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലനും നിർവഹിച്ചു. തുടർന്ന് കഥാപ്രസംഗ രംഗത്തെ പ്രമുഖരെ JCI സോണൽ പ്രസിഡന്റ് KK സതീഷ് കുമാർ ഉപഹാരം നൽകി അനുമോദിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകൻ പ്രമോദ് പയ്യന്നൂർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം മുള്ളിക്കോടൻ ഗോപാലൻ, ഈശ്വരൻ നമ്പൂതിരി, NV കൃഷ്ണൻ, VK കൃഷ്ണദാസ്, ഷനിൽ KP എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ വയോജന പകൽ വിശ്രമ കേന്ദ്രം സ്വാമിമുക്ക് വെരീക്കരയിൽ തുറന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T പത്മാവതി ഉദ്ഘാടനം ചെയ്തു. ഈ വയോജന വിശ്രമ കേന്ദ്രം വയോജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്നതിനാൽ ഇത് വൃത്തിയായും ശുദ്ധിയായും നാം കൈകാര്യം ചെയ്യണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ T പത്മാവതി അഭിപ്രായപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP തമ്പാൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. PP സുരേന്ദ്രൻ, അപ്യാൽ രാഘവൻ, MP അപ്പുക്കുട്ടൻ, P ഇന്ദിര, PV നാരായണി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പഴം പച്ചക്കറി സംസ്കരണ യൂണിറ്റ് കള്ളക്കാംതോട് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ധനസഹായത്തോടെയാണ് പൊള്ളാളത്ത് പഴം പച്ചക്കറി സംസ്കരണ യൂണിറ്റ് നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 10 ലക്ഷവും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 2 ലക്ഷവും ഉപയോഗിച്ച് 12 ലക്ഷം രൂപ ചെലവിലാണ് സംസ്കരണ യൂണിറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. യൂണിറ്റിന്റെ ഉദ്ഘാടനം കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ 2 ലക്ഷം രൂപയും ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ കെട്ടിടം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിനു മുന്നേ നമ്മുടെ പഞ്ചായത്തിലെ വ്യവസായ എസ്റ്റേറ്റ് എന്ന നിലയിൽ ഒരു കെട്ടിടം കൂടി ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം MV രാജീവന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ PP ദാമോദരൻ, TV യശോദ, മല്ലപ്പള്ളി നാരായണൻ, C നളിനാക്ഷി തുടങ്ങി നിരവധി പേർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK കൃഷ്ണൻ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് അംഗം PV ലളിത നന്ദിയും പറഞ്ഞു. ചെറുവിച്ചേരി തണൽ സ്വാശ്രയ സംഘം നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. 7-2 നെൽവിത്താണ് കൃഷി ചെയ്തത്. ഒരേക്കർ സ്ഥലത്താണ് സംഘം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 7-2 നെൽവിത്ത് കൃഷി ചെയ്തത്. പ്രദേശത്ത് ഇതാദ്യമായാണ് ഈ വിത്ത് കൃഷി ചെയ്യുന്നത്. വിത്തിടൽ തൊട്ട് ഞാറുനടിയിലടക്കം കൃഷിയുടെ മുഴുവൻ ജോലികളും പ്രവർത്തകർ തന്നെയാണ് ചെയ്തത്. വിളവെടുപ്പ് ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK കൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം പറമ്പത്ത് ലീല, സെക്രട്ടറി K പ്രണവ് കുമാർ, VV സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന് മുന്നോടിയായി കാസർഗോഡ് ജില്ലാ ക്വിസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഒളവറ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന് മുന്നോടിയായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ ക്വിസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ജില്ലാതല ക്വിസ് മത്സരത്തിന്റെ ആദ്യ പരിപാടി ഒളവറ വികസന വിദ്യാകേന്ദ്രത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ PP കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ക്വിസ് അസോസിയേഷൻ ഫോം ചെയ്തതിൻ്റെ ലക്ഷ്യം തന്നെ നമ്മുടെ ജില്ലയിലെ വിജ്ഞാനം വർദ്ധിപ്പിക്കുക. ജില്ലയിലെ യുവതി യുവാക്കളിൽ, വിദ്യാർത്ഥികളിൽ, വരുന്ന തലമുറയിൽ അവർക്ക് വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ക്വിസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TV വിജയൻ മാസ്റ്റർ അധ്യക്ഷനായി. V തമ്പാൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ജില്ലാ കോർഡിനേറ്റർ K പ്രശാന്ത്, പ്രേരക്, TV ഷീന എന്നിവർ നേതൃത്വം നൽകി. വെള്ളൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം വാർഷിക ജനറൽ ബോഡിയും ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകർക്കുള്ള ആദരവും വെള്ളൂർ ചന്ദൻകുഞ്ഞി സ്മാരക ഹാളിൽ നടന്നു. നഗരസഭാ കൗൺസിലർ പാവൂർ നാരായണൻ മുഖ്യാതിഥിയായി. പയ്യന്നൂർ ക്ഷീരസംഘത്തിനാണ് പണ്ട് വെള്ളൂരിൽ നിന്ന് പാൽ അളന്നു കൊണ്ടുവരുന്നത്. കണ്ടോത്ത് മുക്കിലുള്ള ഒരു സംഭരണ കേന്ദ്രം, ആ കേന്ദ്രത്തിൽ പുലർച്ചെ 4 മണിക്ക് വെള്ളൂരിലുള്ളവർ
കറന്ന പാലുമായി നടന്ന് മുക്കിലെത്തി പാല് കൊടുത്തു വരിക എന്നതായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്ന ശീലം. യോഗത്തിൻ്റെ ഭാഗമായി 2014-15 വർഷത്തിൽ ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീരകർഷകരായ കെ സുജാത, വി യശോദ, ടി കമലാക്ഷി എന്നിവരെ ആദരിച്ചു. വി നാരായണൻ ഉപഹാര സമർപ്പണം നടത്തി. വെള്ളൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് കെ ടി ശ്രീധരൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ അൽഫോൺസ, പി പി ഭാസ്കരൻ മാസ്റ്റർ, കെ ടി കൃഷ്ണൻ, കെ സി കുഞ്ഞിരാമൻ, സി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പഴയങ്ങാടി യൂണിറ്റ് സമ്മേളനം പഴയങ്ങാടിയിൽ നടന്നു. AKPA മേഖലാ പ്രസിഡന്റ് രാജേഷ് കരേള ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് പെരുമാറ്റച്ചട്ടം വേറെ ഏതൊരു സംഘടനയ്ക്കാണ് പെരുമാറ്റച്ചട്ടം എന്ന രീതിയിൽ തൊഴിലാളികൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുക? ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആണ് ആദ്യമായിട്ട് തൊഴിലാളികൾക്ക് വേണ്ടി പെരുമാറ്റച്ചട്ടം, അതായത് ഒരു തൊഴിലാളിയെ, ഒരു വീഡിയോഗ്രാഫർ, ഒരു ഫോട്ടോഗ്രാഫർ ഒരു വീട്ടിൽ പോയി എന്തൊക്കെ ചെയ്യണം, അവരെങ്ങനെയൊക്കെ സംസാരിക്കണം, അവരുടെ പെരുമാറ്റം, അവരുടെ വസ്ത്രങ്ങളിലുള്ള ഇതൊക്കെ പലതരത്തിൽ മോശമായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് തന്നെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മെമ്പർമാർക്ക് പെരുമാറ്റച്ചട്ടം നിർദ്ദേശിച്ചുകൊണ്ടിരുന്നു. അതിവിടെ യൂണിറ്റ് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം മുമ്പേ ഇവിടെ ആ സംഘടന ഇറക്കിയത്. ഫോട്ടോഗ്രാഫി മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. വത്സൻ മുള്ളിക്കൽ അധ്യക്ഷത വഹിച്ചു. വിദിലേഷ് അനുരാഗ്, കൃഷ്ണദാസ് മാധവി, വിനോദ്, രഞ്ജിത് കുമാർ, നവനീത്, ബിജു ടി കെ, അനീഷ്, ശ്യാം വിസ്മയ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ബീരിച്ചേരി അൽഹുദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ബിരിച്ചേരി അൽഹുദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 15ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കണ്ണൂർ ഐ ട്രസ്റ്റ് കണ്ണാശുപത്രി, ചെറുവത്തൂർ KHM ഹോസ്പിറ്റൽ, കോയോങ്കര ആയുർവേദ ആശുപത്രി, തൃക്കരിപ്പൂർ ലൈഫ് കെയർ ആശുപത്രി എന്നിവരുടെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത്. തൃക്കരിപ്പൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ പരിസരത്ത് നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി കളക്ടർ N ദേവിദാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. അൽഹുദ പ്രസിഡന്റ് മർസൂഖ് റഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് MTP കരീം, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി VK ബാവ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സത്താർ വടക്കുംപാട്, പ്രസ് ഫോറം തൃക്കരിപ്പൂർ അംഗം ഉർമീസ് തൃക്കരിപ്പൂർ, അൽഹുദ ട്രഷറർ ഇസ്മായിൽ N എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യ നേത്രരോഗ പരിശോധനയും തിമിര നിർണയവും, സൗജന്യ ദന്തപരിശോധന, ENT, ആയുർവേദം, ഹോമിയോ, രക്തഗ്രൂപ്പ് നിർണയം എന്നിവയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാലഹരണപ്പെട്ട കമ്മ്യൂണിസത്തിൽ നിന്നും കാലാതിവർത്തിയായ ഗുരുദർശനത്തിലേക്ക് എന്ന മുദ്രാവാക്യവുമായി ഹിന്ദു ഐക്യവേദി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പദയാത്രയ്ക്ക് ആലക്കാട് തുടക്കമായി. മോഹനൻ കടന്നപ്പള്ളി ജാഥ ലീഡറായുള്ള ജാഥ പാണപ്പുഴ, ചെറുവിച്ചേരി, ചന്തപ്പുര വഴി കണ്ടോന്താറിൽ സമാപിച്ചു. വി ഉണ്ണികൃഷ്ണ വാര്യർ, പ്രഭാകരൻ കടന്നപ്പള്ളി, N രമേശൻ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ യോഗത്തിൽ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ RSS ജില്ലാ സഹകാര്യവാഹക അഡ്വക്കേറ്റ് വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ശങ്കരൻ കൈതപ്രം, KPV ഗോപാലകൃഷ്ണൻ, രാജീവൻ പറവൂർ തുടങ്ങിയവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് വാർഷിക പൊതുയോഗം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. യോഗത്തിന്റെ ഭാഗമായി അംഗങ്ങൾക്ക് തെങ്ങിൻ തൈകളും വിതരണം ചെയ്തു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് വാർഷിക പൊതുയോഗം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. അംഗങ്ങൾക്ക് നൽകിയ തെങ്ങിൻ തൈകളുടെ വിതരണോദ്ഘാടനം C കൃഷ്ണൻ MLA നിർവഹിച്ചു. 15,000-ഓളം വരുന്ന അംഗങ്ങൾക്ക് തെങ്ങിൻ തൈകളും 50 രൂപയും നൽകി. ഇതിനായി പ്രത്യേക കൗണ്ടറുകളും ഒരുക്കിയിരുന്നു. വെള്ളൂരിൽ നട്ടുവളർത്തിയ തൈകളാണ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തത്. ബാങ്കിലും പരിസരങ്ങളിലും വൻ ജനത്തിരക്കായിരുന്നു. അംഗങ്ങളും ഏറെ സംതൃപ്തരാണ്. കേരളത്തിൽ തെങ്ങിൻ തൈകൾ ഇന്ന് നാമാവശേഷമാകുന്ന ഈ സ്ഥിതിയിൽ ബാങ്ക് ഒരു മാതിരിയായി ഈ തെങ്ങിൻ തൈകളെ മെമ്പർമാർക്ക് കൊടുത്ത് ഒരു മാതിരിയാവുന്നു എന്ന് ഞാൻ പറയാൻ. തുടർന്ന് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ PCC ചെയർമാൻമാരായ 22 പേരെയും മുൻ സെക്രട്ടറി, മുൻ പ്രസിഡന്റുമാരെയും C കൃഷ്ണൻ MLA പൊന്നാടി അണിയിച്ച് ആദരിച്ചു. സെക്രട്ടറി KC രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രസിഡന്റ് EP കരുണാകരൻ, T ഗോപാലൻ, GD നായർ എന്നിവർ പ്രസംഗിച്ചു.
ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന് മുന്നോടിയായി ചെറുവത്തൂർ ഉപജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ് മത്സരം തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഉപജില്ലാ പ്രസിഡന്റ് KV മധുസൂദനൻ അധ്യക്ഷനായി. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്കായാണ് ഗാന്ധി ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിൽ LP വിഭാഗത്തിൽ ഗവൺമെന്റ് UP സ്കൂൾ പിലിക്കോടിലെ ദേവാഞ്ജന, ഹരിഗോവിന്ദ് എന്നിവർ 1-2 സ്ഥാനങ്ങൾ നേടി. UP വിഭാഗത്തിൽ ഗവൺമെന്റ് UP സ്കൂൾ പിലിക്കോടിലെ തന്നെ ഹരിജിത്ത് K 1ാം സ്ഥാനവും ഉദിനൂർ AUP സ്കൂളിലെ ജീവസ്റ്റി 2ാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗത്ത് തൃക്കരിപ്പൂരിലെ ദൃശ്യ KV 1ാം സ്ഥാനവും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉദിനൂരിലെ K നന്ദന 2ാം സ്ഥാനവും നേടി. ജില്ലാ വൈസ് പ്രസിഡന്റ് AK ഗിരിജ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. മുൻ ഉപജില്ലാ പ്രസിഡന്റ് ഗൗരി P, ഭാസ്കരൻ മാസ്റ്റർ, ഗോപാലകൃഷ്ണൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തൃക്കരിപ്പൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റൈല 2015 സംഘടിപ്പിച്ചു. സംസ്ഥാന ഫാക്കൽറ്റി റോട്ടറി VM സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, പിലിക്കോട് എന്നീ പഞ്ചായത്തുകളിലെ 14ഓളം ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കോളേജുകളിലെയും 50ഓളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് റൈല 2015 സംഘടിപ്പിച്ചത്. സംസ്ഥാനതല ഫാക്കൽറ്റി റോട്ടേറിയൻ VM സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ് ഓഫ് തൃക്കരിപ്പൂർ, ഞാൻ മുമ്പും ഇവിടെ ഇതേ വേദിയിൽ വന്നിട്ടുണ്ട്. റോട്ടറി ക്ലബ് ഓഫ് തൃക്കരിപ്പൂരിന്റെ റൈലയുടെ ഒരു ഫാക്കൽറ്റി ആയിട്ട് മുമ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് റൈല എന്ന് പറയുന്നത് തൃക്കരിപ്പൂരിനെ സംബന്ധിച്ച ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. എന്താണ് റൈലയുടെ പ്രാധാന്യം എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ചടങ്ങിൽ തൃക്കരിപ്പൂർ റോട്ടറി പ്രസിഡന്റ് C ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. KK വിജയൻ സ്വാഗതം ആശംസിച്ചു. പ്രൊജക്ട് ഡയറക്ടർ M സുലൈമാൻ മാസ്റ്റർ പരിശീലന പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. വിവിധ സെഷനുകളിലായി JC സോൺ ട്രെയിനർ റാഷിദ് മാസ്റ്റർ ക്രിയേറ്റിവിറ്റി ആൻഡ് മോട്ടിവേഷൻ എന്ന വിഷയത്തെക്കുറിച്ചും ഇന്റർനാഷണൽ ട്രെയിനർ സുനിൽകുമാർ റോഡ് ടു സക്സസ് എന്ന വിഷയത്തെക്കുറിച്ചും ക്ലാസുകൾ കൈകാര്യം ചെയ്തു. വാലിഡിറ്റി സെഷനിൽ VV മുസ്തഫ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പരിശീലന പരിപാടിയിൽ മികച്ച നേതൃപാഠവും പുലർത്തിയ കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ടോത്ത് കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിച്ച പ്രിയദർശിനി മന്ദിരത്തിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം സെപ്റ്റംബർ 29 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. ചടങ്ങിന്റെ ഭാഗമായി ഫോട്ടോ അനാച്ഛാദനം മുൻമന്ത്രി K സുധാകരനും പ്രദേശത്തെ സ്ഥാപക കോൺഗ്രസ് നേതാക്കൾക്കുള്ള ആദരം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ KP നൂറുദ്ദീനും നിർവഹിക്കും. DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തും. ചെയർമാൻ കുണ്ടത്തിൽ ജനാർദ്ദനന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ നിരവധി പ്രമുഖർ സംബന്ധിക്കുമെന്നും ഭാരവാഹികളായ കുണ്ടത്തിൽ ജനാർദ്ദനൻ, PE ഭാസ്കരൻ, K നാരായണൻ, T ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. താവം പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം നവീകരിച്ച കെട്ടിടം പൂർത്തിയായി. 40 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. താവം ഗ്രാമത്തിന് അക്ഷരവെളിച്ചം പകർന്ന താവം പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം 1974 അന്തരിച്ച PK ഭാസ്കരൻ മാസ്റ്റർ സെക്രട്ടറിയും താവം ബാലകൃഷ്ണൻ പ്രസിഡന്റുമായാണ് രൂപീകരിച്ചത്. വളർച്ചയുടെ 4 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഇടപെടലിലൂടെ A ഗ്രേഡ് ലൈബ്രറിയായി താവം പബ്ലിക് ലൈബ്രറി മാറി. 9000ഓളം പുസ്തകങ്ങൾ ഇപ്പോൾ ലൈബ്രറിയിൽ ഉണ്ട്. വില കൊടുത്തു വാങ്ങിയ 9.5 സെന്റ് സ്ഥലത്ത് ലൈബ്രറി കൗൺസിൽ അനുവദിച്ച 5 ലക്ഷം രൂപ, TV രാജേഷ് MLA ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയും നാട്ടുകാരിൽ നിന്ന് സ്വരൂപിച്ച ഫണ്ടും ഉൾപ്പെടെയാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. കെട്ടിട ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിക്കും. AKG ഹാൾ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിക്കും. ഫോട്ടോ അനാച്ഛാദനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് OV നാരായണൻ നിർവഹിക്കും. മാധ്യമസമ്മേളനത്തിൽ PV ബാലൻ, K രവീന്ദ്രൻ, MP പുരുഷോത്തമൻ, PP സജീവൻ, മുള്ളിക്കൽ മോഹനൻ, മുക്കത്ത് മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ണാടിപ്പൊയിൽ കർഷകശ്രീ സ്വയം സഹായ സംഘം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കണ്ണാടിപ്പൊയിൽ മുതൽ സുവിശേഷപുരം വരെയുള്ള പാതയോരം ശുചീകരിച്ചു. നിരവധി പ്രവർത്തകർ ശുചീകരണത്തിൽ പങ്കാളികളായി. റോഡിനിരുവശവും കാടും മൂടി പ്രദേശത്തു കൂടിയുള്ള കാൽനടയാത്രയും വാഹനയാത്രയും ദുഷ്കരമായ സാഹചര്യത്തിലാണ് സംഘം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കാട് വെട്ടിത്തെളിച്ച് ശുചീകരിച്ചത്. ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി വൃക്കരോഗം ബാധിച്ച് ചികിത്സ തേടുന്ന താനൂത്ത് ചന്ദ്രന് സംഘം പ്രവർത്തകർ സ്വരൂപിച്ച ചികിത്സാ സഹായം കമ്മിറ്റി ചെയർമാൻ MP കരുണാകരൻ മാസ്റ്റർക്ക് നൽകി. സംഘം സെക്രട്ടറി ദേവസ്യ ജോസ്, പ്രസിഡന്റ് ജനാർദ്ദനൻ PP എന്നിവരുടെ നേതൃത്വത്തിൽ സംഘത്തിലെ 18ഓളം അംഗങ്ങൾ ചേർന്നാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. കുഞ്ഞിമംഗലം, കണ്ടംകുളങ്ങര, പടിഞ്ഞാറേ വയൽ തീരദേശ റോഡ് ഭാഗങ്ങൾ ഉൾപ്പെടുത്തി പ്രദേശവാസികൾ പുരുഷ സ്വയം സഹായ സംഘം രൂപീകരിച്ചു. സംഘത്തിന്റെ ആദ്യ പ്രവർത്തനമെന്ന നിലയിൽ കണ്ടംകുളങ്ങര മുതൽ പടിഞ്ഞാറേ വയൽ തീരദേശ റോഡ് വരെയുള്ള കോളിയോട്ട് ഇട റോഡ് ശുചീകരിച്ചു.
വാർഡ് മെമ്പർ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്മണൻ മാസ്റ്റർ, രാജൻ, അഡ്വക്കേറ്റ് മധുസൂദനൻ, EP ബാലകൃഷ്ണൻ, K രമേശൻ, ബിജു, മുരളി തുടങ്ങിയവർ നേതൃത്വം നൽകി. അടുത്തതായി തീരദേശ റോഡ്, കാടുമൂടിയ പ്രദേശങ്ങൾ ശുചീകരിച്ച് വൃത്തിയാക്കുമെന്ന് സംഘം അറിയിച്ചു. ഇനി മാറ്റൊലി. ഓഹരി വിപണിയിൽ 2 പോയിന്റ് കുറയുന്നത് വലിയ വാർത്തയാവുകയും മനുഷ്യരുടെ പട്ടിണി മരണം വാർത്തയാവാതിരിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ലോക സാഹചര്യം ക്രൂരമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ. മുൻകാലങ്ങളിലെ മാർപ്പാപ്പമാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ കൂടുതൽ സാമൂഹ്യപരമായ വിഷയങ്ങളിലും മനസാക്ഷിപരമായ കാര്യങ്ങളിലും കൂടുതൽ ഇടപെടുകയും ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു മാതൃക പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ ലോകം കാതോർക്കുന്ന രീതിയിലേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. മുൻപ് മാർപ്പാപ്പമാർ ആത്മീയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുമ്പോൾ കൂടുതൽ ജനകീയ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുകയും ലോകത്തിൻ്റെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സജീവമായ പുള്ളിയുടെ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ചെയ്യുന്നൊരു രീതിയായിരിക്കും മാറിയിരിക്കുന്നത്. മതം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരു കാലഘട്ടത്തിൽ ഉടലെടുത്തത്. അത് നേരെ വിഭജിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പലതിൽ. അപ്പോൾ അതിൽ മാർപ്പാപ്പൻ്റെ നിർദ്ദേശം വളരെ അനുയോജ്യമായിരിക്കുന്നു, വളരെ വസ്തുനിഷ്ഠമായിട്ട് വളർത്തേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം. ഇനി അറിയിപ്പുകൾ. CPIM മമ്പലം 29-ാം വാർഡ് മതേതര കൂട്ടായ്മ സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് മമ്പലം അംഗൻവാടി പരിസരത്ത് നടക്കും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയായ സമഗ്ര തെങ്ങുകൃഷി വികസനം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വാർഡുതല സിറ്റിംഗുകൾ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 16 വരെ വിവിധ വാർഡുകളിലായി നടക്കും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തല രാജീവ് ഗാന്ധി ഖേൽ അഭിയാൻ പൈക്ക കായികമേള ഒക്ടോബർ 9 മുതൽ 11 വരെ നടക്കും. വിശദവിവരങ്ങൾക്ക് 9495894004 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കണ്ണൂർ ജില്ലാ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും പിലാത്തറ വചനജ്യോതി ലഹരിമോചന ചികിത്സാ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച പിലാത്തറ വചനജ്യോതി ലഹരിമോചന ചികിത്സാ കേന്ദ്രത്തിൽ വെച്ച് സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പ് നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് 9605433781 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ടലുകൾ അനാഥമായി, കല്ലേൻ പൊക്കുടൻ ചരിത്രത്തിന്റെ ഭാഗമായി. പയ്യന്നൂരിൽ ഉചിതമായ സ്വാതന്ത്ര്യസമര സ്മാരകം നിർമ്മിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി KC ജോസഫ്. CPM ഹിന്ദുവിരുദ്ധമെന്നാരോപിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ഹിന്ദു ഐക്യവേദിയുടെ പ്രചരണ ജാഥകൾ. ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം ശക്തമാകുന്നു. തൃക്കരിപ്പൂർ ഉളിയട്ടുകടവിലെ സ്വാതന്ത്ര്യ സ്മാരക പരിസരത്ത് മദ്യപാനികളുടെ വിളയാട്ടം രൂക്ഷമാകുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.